കൂട്ടായ്മയുടെ ഒരു കായിക വിനോദമാണ്. കാരണം വിജയത്തിലേക്ക് എത്തണമെങ്കിൽ വ്യക്തിപരമായ എത്ര പ്രാഗൽഭ്യമുള്ള കളിക്കാരടങ്ങിയാലും അവർ യോജിച്ച് ഒരു നീക്കം നടത്തിയാൽ മാത്രമേ ഗോളായിട്ട് കലാശിക്കൂ, വിജയമായിട്ട് കലാശിക്കൂ. ക്രിക്കറ്റിലും ടീമുണ്ട്, പക്ഷെ അതൊരു സ്കോർ ചെയ്യുന്ന ഒരാളാണ്, അയാളുടെ കരുത്താണ്. ഫീൽഡിങ്ങിലും ക്യാച്ച് എടുക്കുന്നതും ബൗൾ ചെയ്ത് ഔട്ടാക്കുന്നതും ഒക്കെ ബൗളറുടെ ഒരു കഴിവാണ്. അപ്പം അതിൽ കൂടുതൽ നമുക്കെല്ലാം അറിയാവുന്ന ഈ ഒരു സാമാന്യ സത്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് ഫുട്ബോളിലെ കൂട്ടായ്മ. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം നമ്മുടെ 2 സെമി ഫൈനലുകൾ, ആ 2 സെമി ഫൈനലുകളും വളരെ വലിയ പ്രത്യേകതകളുള്ളതായിരുന്നു. ആളുകളുടെ കണക്കൂട്ടലുകൾ എത്തിക്കുകയുണ്ടായി. ഒരുപാട് പേര് ഇംഗ്ലീഷ് ടീമിന്റെ യൂറോപ്യൻ സാമർഥ്യത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലൂസേഴ്സ് ഫൈനലും അപ്രതീക്ഷിതമായി വലിയൊരു ഏറ്റവും കൂടുതൽ ഗോളും റെഗുലേറ്റഡ് ടൈമിൽ നിശ്ചിത സമയത്ത് 90 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യപ്പെട്ട ഒരു ലൂസേഴ്സ് ഫൈനലായിട്ട് മാറി. 6-4. ഇപ്പം നടക്കുന്ന ഫൈനലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, 2 ടീമുകളും സെമി ഫൈനലിൽ സ്പെയിനാണോ അല്ലെങ്കിൽ അർജന്റീനയാണെങ്കിൽ വിജയം നേടിയ രീതി ഓർക്കുമ്പോൾ ആ സെമി ഫൈനലിൽ ആ ഓരോ ടീമും വിജയിക്കാൻ നടത്തിയ കളി അവർ ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ 80 മിനിറ്റ് വരെ ബെന്നി ബെഹാന് പ്രിയപ്പെട്ട സ്പെയിൻ ലീഡ് ചെയ്താലും ഇന്ന് 80 മിനിറ്റ് ശേഷം അർജന്റീന കളിക്കുന്ന കളി, ഇതുവരെ കളിച്ച കളി, ഈജിപ്തിനെതിരായിട്ട് കളിച്ചതാണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കണക്കൂട്ടലുകൾ തകിടം പറഞ്ഞു വരാം. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ 2 ടീമിനും അവരുടെ കൈവശമുള്ള ഏറ്റവും നല്ല കളി ശൈലി ഈ ഫൈനലിൽ എടുത്ത് പ്രയോഗിക്കാൻ കഴിയണം. അങ്ങനെ ആ 2 ടീമും അവരുടെ ഏറ്റവും നല്ല കളി കളിച്ചാലും അവസാനം ഗോളടിയിൽ ആര് മുന്നിലെത്തും, ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലോട്ട് പോകാതെ തന്നെ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള മോഹങ്ങൾ മാത്രമാണ്. അതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർജി പറഞ്ഞതുപോലെ വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് വേണമെന്ന് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ പഴയകാല കളികളെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ അയവിറക്കും. ഇത് അങ്ങനെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ പലപ്പോഴും നല്ല ഫുട്ബോൾ ആസ്വാദകരിൽ തന്നെ ചിലപ്പം ഓർക്കാതെ പോകുന്ന ഫുട്ബോളിൽ ഒരു ദുരന്ത നായകനുണ്ട്. ഒരുപക്ഷെ മറ്റെല്ലാവരേക്കാളും വലിയ കളിക്കാരൻ ആയി ആദരിക്കപ്പെടേണ്ട ഒരാളാണ് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ബ്രസീലിൽ നിന്നാണ്, ഗരിഞ്ച എന്നാണ് അറിയപ്പെടുന്നത്. അവർക്കറിയാം, ഒരു വലിയ പ്രതിഭയ്ക്കും ആ പ്രതിഭാവിലാസം ലോകം മുഴുവൻ ആദരിക്കുന്നതിനിടയിൽ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട ചില അച്ചടക്കങ്ങൾ അത് കഴിയാതെ പോയാൽ വരുന്ന ഒരു ദുരന്തമാണ് ഗരിഞ്ചയുടെ കാര്യത്തിൽ ഉണ്ടായത്. ആ ദുരന്തത്തിന്റെ ചില അംശങ്ങൾ നമുക്ക് മരണോടെയും കാണാൻ. അപ്പം ഫുട്ബോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ മേഖലയിലും ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അവർ പുലർത്തേണ്ട ചില അച്ചടക്കം, ചില നിയന്ത്രണങ്ങൾ, വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള പല സവിശേഷതകളും അവർക്കുണ്ടാകാം. അങ്ങനെയുള്ള സവിശേഷതകൾ ജീവിതത്തിലുണ്ടാകുന്നത് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും വേണം ചില നിയന്ത്രണങ്ങൾ എന്നുള്ള വലിയൊരു സന്ദേശം ഫുട്ബോൾ ലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഫുട്ബോളിന്റെ ചരിത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കളിക്കറിയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീം അർജന്റീനയുടെ ടീമാണ്. അത് ഞാൻ കുറച്ച് അവസരമുണ്ടായത് മറഡോണയുടെ ടീം ലോകത്ത്. അപ്പൊ അതിൽ അതിന്റെ പ്രധാനപ്പെട്ട പല മത്സരങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയാണ് നാട്ടിലൊക്കെ ഉള്ളത്, വീട്ടിൽ ടെലിവിഷൻ ഇല്ല. അപ്പൊ കൂട്ടുകാരുടെയൊക്കെ പോയിരുന്നിട്ടാണ് കാണുന്നത്. അങ്ങനെ പല കളികളും
ഒരുമിച്ചിരുന്ന് കണ്ട എന്റെ കൂട്ടുകാരൻ ഇപ്പൊ ജീവിച്ചിരിക്കില്ല, മറ്റു ജെമി മോഹൻ എന്ന് പറയും, തിരുവനന്തപുരത്തുള്ള അവർ കോളേജിലെ പിന്നെ ബാലകൃഷ്ണൻ നായർ സാറിന്റെ മകനായ SFI പ്രവർത്തനയൊക്കെ അടിയന്തരാവസ്ഥ ഞങ്ങൾ ഒരുമിച്ച് പ്രകടനം ഇതിലേക്ക് കടന്നവരാണ് ഞങ്ങൾ പറയുന്നത്. ആ ഫൈനല് ജർമ്മനിയുമായിട്ടുള്ള അർജന്റീനയുടെ ഫൈനല് അഫ്കോഴ്സ് ഇംഗ്ലണ്ടുമായിട്ടുള്ള വളരെ ഒരുപാട് കഥകളുള്ള ക്വാർട്ടർ ഫൈനലുണ്ട്, കൈകൊണ്ടും ഗോളടിച്ച. അതുകൊണ്ട് അതിനുശേഷം ലോകത്തിന്റെ രീതിയിൽ ഒരാൾ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഗോൾ. എത്ര മിനിറ്റിന് നീന്തണം കൊണ്ടുവരുന്നത് അത് 2 മിനിറ്റ് എനിക്ക് പെട്ടെന്ന് തോന്നി. അത് എന്തെങ്കിലും തോന്നി ഇയാളിങ്ങനെ പഴയ ഓർമ്മകളെല്ലാം മറികടന്ന് എവിടേക്ക് പോകുന്നുള്ളത് മനസ്സിലായി. നിങ്ങളത് ചിന്തിച്ച സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ആ ഫൈനലിൽ പിന്നെ ജർമ്മൻ ടീമും അർജന്റീന ടീമും 2-2 കൈയാവുന്ന ഒരു ഘട്ടം. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മളെ ടെൻഷൻ എത്തിയതാണ്. അപ്പോഴും അർജന്റീന ജയിക്കില്ല, പിന്നെ മറുപടി ടീം ജയിക്കുന്നില്ല. അപ്പം ഏതാണ്ട് മൈതാനത്തിന്റെ മധ്യഭാഗത്ത് വെച്ചൊരു ഫ്രീ കിക്ക് കിട്ടും. ആ ഫ്രീ കിക്ക് എടുത്ത മറഡോണയുടെ സ്റ്റൈലാണ്. ഓർക്കൊന്നും അവരുടെ ജർമ്മനിയുടെ പ്രസവ ഡിഫൻസിന് ഒരുങ്ങാൻ പറ്റുന്നതുകൊണ്ട് സപ്ലൈ ചെയ്യുക, അതുപോയിട്ടാണ് ഗോളായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കളിച്ചു കഴിഞ്ഞു. കോളേജ് വന്നപ്പോഴത്തേക്ക് പിന്നെ SFIയിലായി. നല്ല സമയം SFI പ്രവർത്തനത്തിന് വേണ്ടി വന്നു. അതുകൊണ്ട് ആണ് പിന്നെ ഫുട്ബോളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ നദിമുദ്ദീനെ പോലുള്ള വളരെ പ്രസിഡന്റ് ടൈറ്റസ് സ്കൂളിലുണ്ട്. പിന്നെ ടൈറ്റസ് ഏറ്റവും അത്ഭുതകരമായിട്ട് കളിച്ചത്. അയാൾ ജീവിതത്തിൽ അച്ചടക്കം ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു വരാൻ പറ്റില്ല ഒരാളാണ്. അപ്പം വളരെ നല്ല ഒരു വലിയ അനുഭവം ഇത്തവണത്തെ ലോകകപ്പിന്റെ ഫൈനൽസിലുണ്ടായിട്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലോകകപ്പ് ജയിച്ച അർജന്റീനിയൻ ടീമും അതിന്റെ കഴിഞ്ഞ തവണ ക്യാപ്റ്റനായിരുന്ന മെസ്സി കപ്പ് ഉയർത്തണമെന്നുള്ള എന്റെ ആഗ്രഹം പങ്കുവെക്കുന്നു. പിന്നെ ലോകത്തിന്റെ ഏറ്റവും മികച്ച കളിക്കാരനായിട്ട് 2 തവണ വന്നിട്ടുള്ളത് ലയണൽ മെസ്സി മാത്രമേ. ഇത്തവണ സാധാരണ രീതിയിൽ അർജന്റീന തോറ്റാൽ പോലും ലയണൽ മെസ്സി ആയിരിക്കും ഈ ലോകത്തിന്റെ മികച്ച കളിക്കാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് കുറിച്ച് പറയാം. ഇതിനൊരു അവസരം തന്ന പത്രപ്രവർത്തക യൂണിയന് നന്ദി പറയും.